സെക്രട്ടേറിയറ്റിലുള്ള മമതയേക്കാൾ പവർഫുൾ ആയിരിക്കും, അല്ലെ ഡേഞ്ചറസ് ആയിരിക്കും സ്ട്രീറ്റിലുള്ള മമത എന്ന് പറയുന്നത്. പക്ഷേ മമത ബാനർജി അവരുടെ സ്ട്രീറ്റ് പവറാണ് അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് പവറിനേക്കാൾ മാരകമായിട്ടുള്ളത്. അതുകൊണ്ട് ബംഗാളിലെ തെരഞ്ഞെടുപ്പ് ഫലം അത് TMCക്ക് എതിരാണെങ്കിൽ, അല്ലെങ്കിൽ പൊതുവെ അവർ പ്രതീക്ഷിക്കുന്ന അതിനെതിരെ ആണെങ്കിൽ അതൊരു സ്റ്റോളൻ വേഡിക്റ്റാണ് എന്ന നിലയ്ക്ക് തന്നെയാണ് അവരെടുക്കുക എന്ന് നമ്മൾ ഔട്ട് ബോക്സ് 1-2 തവണ അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സ്റ്റോളൻ വേഡിക്റ്റ് ആണ് എന്ന് സ്റ്റോളൻ വേഡിക്റ്റ് അല്ല എന്ന് ആളുകളെ കൺവിൻസ് ചെയ്യാവുന്ന ഒരവസ്ഥയില്ല. കാരണം 90 ലക്ഷം മനുഷ്യരെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്. അപ്പോൾ അവിടുത്തെ മത്സരം പ്രധാനമായും ആരൊക്കെയാണ്? TMCയും ഇലക്ഷൻ കമ്മീഷനും തമ്മിലായിരുന്നു. BJP അതിലെ ജൂനിയർ പ്ലെയർ മാത്രമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് തട്ടിപ്പ് തിരഞ്ഞെടുപ്പാണ്. ഇലക്ഷൻ കമ്മീഷൻ നടത്തിയ തട്ടിപ്പാണ്. ഞാൻ ഇവിടുന്ന് ഇറങ്ങുകയില്ല എന്നവർ പറയും. അവരിപ്പോഴും നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷം സെക്രട്ടേറിയറ്റിൽ ഇരിക്കുകയാണ്. എന്താ ചെയ്യുക? അപ്പോൾ ഭരണഘടനാപരമായി അവരെന്ത് ചെയ്യണം? ഷി ഹാസ് ടു ടെൻഡർ ഹെർ റിസൈനേഷൻ ടു ഗവർണർ, അല്ലേ? എന്നിട്ട് ഗവർണർ എന്ത് ചെയ്യും? സാധാരണ അതിൻ്റെ രീതി എന്താ? അവിടുത്തെ മുഖ്യമന്ത്രി വരുന്നവരെ ഒരു കെയർ ടേക്കറായിട്ട് നിങ്ങൾ നിൽക്കണമെന്ന് അവരോട് റിക്വസ്റ്റ് ചെയ്യും. അവർ നിൽക്കുക. അങ്ങനെ രാജി കൊടുക്കേണ്ടതുണ്ടെന്ന നിർദ്ദേശമുണ്ടോ ഭരണഘടനയിൽ? അങ്ങനെ ഇല്ലെന്ന് ഞാൻ അങ്ങനെ നമ്മളിത് അതൊരു കീഴ്വഴക്കമാണെന്നാണ്, അല്ലേ? എന്താ ഇതാണ് നമ്മൾ നാട്ടിൽ നടക്കുന്ന അത്രയാണെന്നേ ഉള്ളൂ. പക്ഷെ അവർ അവിടെ ഇരിക്കുകയാണ്. അവർ ഇരിക്കുകയല്ലേ, മുഖ്യമന്ത്രി കസേല അവരോട് ഇരിക്കുകയാണ്. അവർ ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? അവർ നിയമപരമായിട്ടൊരു ട്രസ് പാസർ ആയിട്ട് ഒരു സർക്കാർ ഓഫീസിൽ അതിക്രമിച്ച് കയറിയിരിക്കുന്ന ഒരാളായിട്ട് കാണാം. അപ്പോൾ ഒരു ട്രസ് പാസർക്കെതിരെ എടുക്കാവുന്ന BNSലെ വകുപ്പുകൾ എന്താണെന്ന് നോക്കിയിട്ട് FIR ഇടുക. എന്നിട്ട് അവരവിടെ നിന്ന് പൊക്കിക്കൊണ്ടുപോകേണ്ടി വരും. ഇങ്ങനെയൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ എന്താ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയത്? നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ടല്ലോ, തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണ്? വിശ്വാസ്യതയാണ്. തോറ്റവനും ജയിച്ചവനും ഒരേപോലെ റെസ്പെക്റ്റ് ചെയ്യണം ഫലത്തെ, അല്ലേ? അങ്ങനെ വരുമ്പോഴല്ലേ അത് തിരഞ്ഞെടുപ്പാവുള്ളൂ, അല്ലെ ജനഹിതമാവുള്ളൂ. അല്ലാതെ തോറ്റവർ ഇത് തട്ടിപ്പാണ് എന്ന് ആത്മാർത്ഥമായിട്ട് വിചാരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ സംശയിക്കാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതൊരു ഫെയർ ആൻഡ് ഫ്രീ ഇലക്ഷൻ എന്ന കാറ്റഗറിയിൽ വരുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഫെയർ ആൻഡ് ഫ്രീ ഇലക്ഷൻ അല്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവർക്കങ്ങനെ പറയാനുള്ള ഇഷ്ടം പോലെ ന്യായങ്ങളുണ്ട്. തിരഞ്ഞെടുപ്പ് സമയത്ത് നടന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം, നമ്മളതേക്കുറിച്ച് ഇവിടെ സംസാരിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് വലിയ ഗുരുതരമായൊരു സാഹചര്യമാണ്. ഇനി അവരെ പോലീസൊക്കെ കൂടെ വന്നാൽ അവരെ പൊക്കിക്കൊണ്ടുപോയി എന്ന് വിചാരിക്കുക. അപ്പോൾ സുവേന്ദു അധികാരി മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്താൽ പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിന് വഴിയൊരുക്കുക എന്നുള്ളത്. സെക്രട്ടറിയിൽ വഴിയൊരുക്കുക, ആ കസേരയിൽ അദ്ദേഹത്തിന് പോയിരിക്കാനുള്ള അവസരമൊരുക്കുക എന്നുള്ളത് പോലീസിൻ്റെ ഉത്തരവാദിത്തം, ലോ എൻഫോഴ്സ്മെൻറ്റ് ഉത്തരവാദിത്തമാണ്. മിക്കവാറും അവരവിടെ തന്നെ ഇരിക്കാനാണ് കേട്ടോ സാധ്യത പോകാനുള്ളൊരിതില്ല. കാരണം നട്ടപ്പാതിരിക്ക് അവർ സ്ട്രോങ് റൂം പോയിട്ടുണ്ട് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം. റെയ്ഡ് നടക്കുമ്പോൾ അവിടെ രേഖകൾ എടുത്തിട്ട് പോയിട്ടുണ്ട്. അവിടെ ആ ദൃശ്യങ്ങൾ ശ്രദ്ധിക്കണം. പെരും മഴ പെയ്യാണ്. രാത്രി 1 മണിക്കാണ് അവിടെ പോയിരിക്കുന്നത്. ആ സ്ട്രോങ് റൂം അവിടെ ഈ കേന്ദ്രസേനയുടെ ആളുകൾ തടയാൻ ശ്രമിക്കുന്നുണ്ട്. ഇവരെ എങ്ങനെ തടയും? ഒരു സ്ത്രീയാണ്, മുഖ്യമന്ത്രിയാണ്. അവരെ കേന്ദ്രസേനയുടെ കയ്യിൽ തോക്കൊക്കെ ഉണ്ട്. തോക്കുണ്ടായിട്ട് കാര്യമില്ലല്ലോ. ഇവരങ്ങോട്ട് കയറി വരികയാണ്. അവിടെ ആ കൈകെട്ടലുണ്ടല്ലോ, ഇങ്ങനെ ഇരിക്കുകയാണ്. ആ നട്ടപ്പാതിരക്ക് പെരും മഴയത്ത്. ഇമാതിരി ഒരു രാഷ്ട്രീയക്കാരാണ്. അവരോടാണ് അമിത്ഷാ ഒരുപക്ഷെ ഡീൽ ചെയ്തിട്ടുള്ള, അമിത്ഷായും നരേന്ദ്രമോദിയും ഡീൽ ചെയ്തിട്ടുള്ള ഏറ്റവും ഡേഞ്ചറസ് പൊളിറ്റീഷ്യനായിരിക്കും മമതാ ബാനർജി. അപ്പോൾ അവരങ്ങനെ ഫൈറ്റ് ചെയ്ത് വന്ന ആളാണ്. ഇതേപോലെ ഇടതുപക്ഷ സർക്കാരുമായിട്ട് ഫൈറ്റ് ചെയ്ത് തെളിഞ്ഞ ഒരു രാഷ്ട്രീയക്കാരിയാണ്. എനിക്ക് തോന്നുന്നത് ബംഗാൾ വലിയ പൊളിറ്റിക്കൽ വയലൻസിലേക്ക് പോകുന്നതാണ്. ഇപ്പോൾ തന്നെ തൃണമൂൽ കോൺഗ്രസ് ഓഫീസിൽ ഡസൻ കണക്കിന് ഓഫീസുകൾ തകർക്കപ്പെടുകയോ കാവി പെയിൻ്റ് അടിക്കുകയോ ചെയ്തു. ആളുകൾ, തൃണമൂലിൻ്റെ പ്രവർത്തകർ കൊല്ലപ്പെട്ട്, BJP പ്രവർത്തകർ കൊല്ലപ്പെട്ടു. വയലൻസ് പറയുമ്പോൾ BJPക്കാരനെ മാത്രമല്ല, ഇതേമാതിരി തൃണമൂൽ ജയിക്കുമ്പോൾ അവരപ്പുറത്തും ചെയ്യാറുണ്ട്. CPMൻ്റെ മുഴുവൻ ഓഫീസുകളും പെയിൻ്റ് അടിച്ച് മാറ്റി മറ്റേ ഇവരുടെ തൃണമൂലിൻ്റെ ചിഹ്നം വരച്ച് വയ്ക്കുകയും CPMരെ അടിച്ചോടിക്കുകയും ജില്ലാ സെക്രട്ടറിമാരെ വരെ അടിച്ചോടിക്കുകയും ചെയ്തിട്ടുണ്ട്. പൊളിറ്റിക്കൽ വയലൻസ് അവിടുത്തെ ഒരു ഇതാണ്. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ ഈ വയലൻസിനെ ട്രിഗർ ചെയ്യാവുന്ന ഒരു സംഗതിയുണ്ട്. എന്ന് വെച്ചാൽ ഇതൊരു സ്റ്റോളൻ വേഡിക്റ്റ് ആണെന്ന് വിശ്വസിക്കുന്ന മനുഷ്യർ അവിടെ ദശലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് മനുഷ്യർ അവിടെ ഉണ്ട്. ഇത് തട്ടിപ്പ് പരിപാടിയാണ്. അപ്പം അത് മമത സ്ട്രീറ്റിൽ തന്നെ ഉണ്ടാവും. അവർ TMC ഇങ്ങനെയൊക്കെ ആയിട്ട് 80-ൽ കൂടുതൽ സീറ്റിൽ അവർ വിജയിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവിടെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ഫോഴ്സാണെന്ന് മനസ്സിലാക്കണം. അതിനങ്ങനെ എളുപ്പം മൂക്കിൽ വലിച്ച് കയറ്റാൻ പറ്റില്ല. അത് അവിടെ തന്നെ ഉണ്ടാവും.
അതുകൊണ്ട് ബംഗാൾ വേറൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എനിക്കൊന്ന് വലിയ തോതിലുള്ള രാഷ്ട്രീയ അനിശ്ചിതത്വമല്ല, ക്രമസമാധാനവുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രശ്നങ്ങളിലേക്ക് ആ സംസ്ഥാനം കടക്കും. അപ്പോൾ ക്രമസമാധാന പ്രശ്നങ്ങൾ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും സെൻട്രൽ ഗവൺമെൻറ്റിന് കൂടുതൽ അധികം ഇടപെടാൻ, കൂടുതൽ ഫോഴ്സ്ഫുള്ളായിട്ട് ഇടപെടാനുള്ള അവസരം ഒരുക്കും. അത് അഗൈൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ കുറച്ചും കൂടെ അപകടകരമായ ഒരു ഭാവിയാണ് ഞാൻ വെസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം കാണുന്നത്. അപ്പോൾ അജിം സർ, ബംഗാളിലെ രാഷ്ട്രീയം കൂടുതൽ കലുഷിതമാകാൻ പോവുകയാണോ? നമ്മൾ ഇതിനു മുമ്പ് ഇലക്ഷന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു, ഈ തവണ അല്ലെങ്കിൽ അടുത്ത തവണ BJP എന്തായാലും പിടിക്കും ബംഗാൾ, അതിലൊരു സംശയമൊന്നുമില്ല. കാരണം വെച്ചാൽ ആൾ വോട്ട് ചെയ്തിൽ വോട്ടുണ്ടാക്കി പിടിക്കുക എന്നുള്ളതാണ് BJPയുടെ രീതി. SAR അതിന് വേണ്ടി കൊണ്ടുവന്നതാണ്. പക്ഷെ പിടിച്ചു കഴിഞ്ഞാൽ എന്തെന്നുള്ളതാണ് പ്രധാന പ്രശ്നം. കാരണം ബംഗാൾ പോലൊരു സ്റ്റേറ്റിൽ BJP അധികാരത്തിൽ വന്നാൽ അസമിൽ വന്നതുപോലെ പോലും അല്ല. അസമിൽ നമുക്കറിയാം അസമിൽ എന്താണ് നടക്കുന്നതെന്ന്. റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ആളുടെ കൂട്ടത്തോടെ ഒഴിപ്പിക്കുകയാണ്. ഈ മറ്റേ ബ്രഹ്മപുത്ര ഡെൽറ്റ ഏരിയയിലെ മുഴുവൻ വീടുകളും തള്ളി തകർത്ത് കളയുന്നു, ആളുകൾ കുടിയൊഴിപ്പിക്കുന്നു, പൗരത്വം എടുത്തു കളയുന്നു, ആളുകളെ നാട് കടത്തുന്നു. ഇതൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കുറച്ച് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ബംഗാളിൽ അതല്ല നടക്കാൻ പോകുന്നത്. ഇപ്പോൾ ദാവൂദ് സാഹിബ് പറഞ്ഞ പൊളിറ്റിക്കൽ വയലൻസ് അല്ല അവിടെ നടക്കുക, കമ്മ്യൂണൽ വയലൻസ് ആണ്. ഇതുവരെ പൊളിറ്റിക്കൽ വയലൻസ് ആണ് ബംഗാളിൽ ഉണ്ടായിരുന്നത്. അത് ഏതാണ് പറയുക, BJP ആയിരുന്നപ്പോഴും കോൺഗ്രസ് ആയിരുന്നപ്പോഴും TMC ആയിരുന്നപ്പോഴും CPM ആയിരുന്നപ്പോഴൊക്കെ അവിടെ വയലൻസ് ഉണ്ട്. ആ വയലൻസ് അല്ല ഇനി വരാൻ പോകുന്നത്. ഇനി അത് കമ്മ്യൂണലായി മാറും. അത് വലിയ ഒരു വിപത്തിലേക്ക് ബംഗാളിനെ നയിക്കും എന്നുള്ളതാണ്. അത് ഒരു പ്രശ്നം. അതിനെങ്ങനെ മമതയ്ക്ക് ഒറ്റയ്ക്ക് തടയാൻ കഴിയുമെന്നുള്ള ചോദ്യമുണ്ട്. അവിടെയാണ് കഴിഞ്ഞ ദിവസം മമതാ ബാനർജി നടത്തിയൊരു വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങൾ അധികം റിപ്പോർട്ട് ചെയ്യപ്പെടാത്തൊരു വീഡിയോ ഇപ്പോൾ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി എന്ത് ചെയ്യാൻ പോകുന്ന ചോദ്യത്തിന് അവർ പറഞ്ഞൊരു കാര്യം, ഞാൻ ഇന്ത്യ സഖ്യത്തിലേക്ക് പോകുന്നു. ഇന്ത്യ സഖ്യത്തെ ശക്തിപ്പെടുത്താൻ പോകുന്നു അവർ പറയുന്നുണ്ട്. അവർ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അതൊരു നൈറ്റ് മെയറാണ്. BJPക്ക് വലിയ നൈറ്റ് മെയറായി മാറാൻ പോവാണ്. നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. മമതയെ അധികം ആക്രമിക്കുന്നത് രാഹുൽ ഗാന്ധി ബംഗാൾ കോൺഗ്രസിനോട് പറഞ്ഞിട്ടുണ്ട്. തോൽവിയിൽ സന്തോഷിക്കരുത്. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിൽ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ സ്റ്റാലിൻ ഒന്നും മിണ്ടുന്നില്ല, കനിമൊഴി പറയുന്നു, അത് വളരെ സ്വാഭാവികമായൊരു കാര്യം പറയുന്നു. അവിടുത്തെ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം അതിശക്തമായി TVKയോടൊപ്പം നിൽക്കുന്നു. എന്തിനു വേണ്ടിയാണത്? ഒരു കാരണവശാലും ADMKയോ BJPയോ അവിടെ ഒരു ഇതെടുക്കരുത്, ഒരു ബെനിഫിറ്റ് എടുക്കരുത് എന്നുള്ള ഉറച്ച തീരുമാനത്തിൻ്റെ പേരിലാണ്. അത് മനസ്സിലാക്കാത്ത ആളൊന്നും ആയിരിക്കില്ല സ്റ്റാലിൻ. അപ്പോൾ മമതാ ബാനർജി ബംഗാൾ വിട്ട് ഇന്ത്യ സഖ്യത്തിനോട് അടുക്കുകയാണെന്ന് തന്നെ കരുതുക. അവരൊരു പൂർണ്ണ ഫുൾ സിംഗിൾ വരുന്നില്ല. അത് BJPക്ക് അത്ര വലിയ തിരിച്ചടിയാവുമെന്ന് അറിയാമോ? അവർ ബംഗാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ ഭയങ്കര പ്രശ്നമാണ്, ബംഗാളിൽ നിന്നാലും പ്രശ്നമാണ്. അതായത് ഇന്ത്യ മുന്നണിയുമായി എങ്ങാനും മമതാ ബാനർജി അടുക്കുകയാണ് ഇനി വരാൻ പോകുന്നതെങ്കിൽ അത് BJPക്ക് കൂടുതൽ പ്രശ്നമാണ്. ആ പ്രശ്നത്തെ അത് ബംഗാളിൽ എങ്ങനെയായിരിക്കും BJP നേരിടുക എന്നുള്ളതാണ് ഏറ്റവും പേടിപ്പിക്കുന്ന കാര്യം. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, അവിടെയുള്ളത് പൊളിറ്റിക്കൽ വയലൻസ് എന്നുള്ളത് കമ്മ്യൂണൽ വയലൻസ് ആയിക്കഴിഞ്ഞാൽ അത് വലിയ, കാരണം വെച്ചാൽ അവിടെ ബംഗാളിൽ ഈ ന്യൂനപക്ഷ ജനസംഖ്യ അത്ര ചെറുതൊന്നുമല്ല എന്ന് മാത്രമല്ല, അവർ ഈ പൊളിറ്റിക്കൽ വയലൻസിൻ്റെ ഭാഗമായിട്ട് അവരും വയലൻസ് കാണിക്കുന്നവരാണ്, അവരും വയലൻസ് കാണിക്കുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ അത് വളരെ ഭീതിതമായൊരു സിറ്റുവേഷനിലേക്ക് അതവിടെ കൊണ്ടുപോകും. അത് നോക്കി നിൽക്കും. പിന്നെ സുവേന്ദു അധികാരിയെ സംബന്ധിച്ച് സുവേന്ദു അധികാരി മറ്റൊരു ഹിമന്ത ബിശ്വ ശർമ്മ തീർച്ചയായിട്ടും ശ്രമിക്കും. കാരണം അയാൾക്ക് എന്ത് ചെയ്യണം? അയാൾക്ക് മോദിയെ പ്രീണിപ്പെടുത്തണം. പുള്ളി ഇലക്ഷൻ റിസൾട്ടിന് ശേഷം ആദ്യം നടത്തിയ സ്റ്റേറ്റ്മെന്റ് കണ്ടില്ലേ, ഞാൻ ഹിന്ദുക്കളെ സേവിക്കുള്ളൂ. മറ്റൊരു ഹിമന്ത ബിശ്വ ശർമ്മയാണ്. അപ്പോൾ അസമിൽ അതത്ര വലിയ ഫ്ലെയറപ്പ് ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അസം നോർത്ത് ഈസ്റ്റിലാണ്, ഇതിൻ്റെ പൊസിഷൻ അവിടെയല്ല, ബംഗാൾ കുറേ കൂടി താഴെയാണ്. അസം പോലുമല്ല ബംഗാൾ കുറേ കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫലങ്ങളായിരിക്കും അത് ഉണ്ടാക്കുക. അത് മമത എങ്ങനെ കൈകാര്യം ചെയ്യും? മമത ഇപ്പോഴും ഒരു വീക്കർ പൊസിഷനിലാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത്യാവശ്യം നല്ല പ്രതിപക്ഷ നേതാവുള്ള സീറ്റ് അവർക്കുണ്ട്. അവരതിനെങ്ങനെ ടാക്കിൾ ചെയ്യും? അതിനെ ഈ കോൺഗ്രസും CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾ, ഇന്ത്യ മുന്നണിയിലുള്ള പാർട്ടികൾ മമതയെ എങ്ങനെ സഹായിക്കുമെന്നൊക്കെയാണ് ഇനി കാത്തിരുന്ന് കാണുന്നത്.